ഇനി മഹാരാഷ്ട്രയിലേക്ക് പോയാൽ അവിടെ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ 5ാം ദിവസവും തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രി പദത്തിൽ പങ്കാളിത്തം വേണമെന്നാണ് ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയുടെ നിലപാട്. കേന്ദ്രമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടും ഷിൻഡെ അനുനയത്തിന് തയ്യാറായിട്ടില്ലെന്നാണ് സൂചനകൾ വരുന്നത്. ഇന്നത്തെ ചർച്ചകളിൽ സമവായം ഉണ്ടാക്കാനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, മഹാവിജയത്തിന് പിന്നാലെ, മഹായുദ്ധിയുടെ മഹാവിജയം, അതിന് പിന്നാലെ കല്ലുകടിയാവുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം. ഏക്നാഥ് ഷിൻഡെ കടുപ്പിച്ചു തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് പുതിയ ഫോർമുലകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? മഹാരാഷ്ട്രയിൽ ആരാണ് അടുത്ത മുഖ്യമന്ത്രി? ദേവേന്ദ്ര ഫട്നാവിസ് ആണോ ഏക്നാഥ് ഷിൻഡെയാണോ എന്ന ചോദ്യത്തിന് 5 ദിവസമായിട്ടും ഇതുവരെ ഉത്തരം കണ്ടെത്താൻ മഹായുതിക്ക് NDAക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പലതരം ഫോർമുലകൾ BJP മുന്നിൽ വെച്ചിരിക്കുന്നു. കാരണം ഏക്നാഥ് ഷിൻഡെയുടെ പ്രവർത്തനങ്ങൾ കൂടിയാണ് വിജയത്തിന് കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയവും BJPക്കില്ല. അതുകൊണ്ട് തന്നെ ഷിൻഡെയെ പിണക്കിക്കൊണ്ടൊരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്ന് BJP കരുതുകയും ചെയ്യുന്നു. BJPക്ക് അജിത് പവാറിന്റെ പിന്തുണ മാത്രം കിട്ടിയാൽ തന്നെ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ ഷിൻഡെയെ പിണക്കിക്കൊണ്ട് ആ നിലയിൽ പോകേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ NDA BJP നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലതരം ഫോർമുലകൾ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാനപ്പെട്ട ചില വകുപ്പുകളും നൽകാം എന്നുള്ളതാണ്. പക്ഷേ അതിന് തയ്യാറായിട്ടില്ല ഷിൻഡെ എന്നുള്ളതാണ് ഒടുവിലും അറിയുന്ന വിവരം. ഒപ്പം മറ്റൊന്ന്, പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ കേന്ദ്രത്തിൽ നൽകി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാക്കുകയും ഉപമുഖ്യമന്ത്രിയായി ഷിൻഡെയുടെ മകനെ നിയോഗിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. ഇത്തരത്തിൽ പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട്. മഹായുതിയുടെ കൺവീനർ സ്ഥാനം കൂടി ഷിൻഡെക്ക് നൽകാമെന്ന് BJP നേതാക്കൾ വാഗ്ദാനം ചെയ്യുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ ഇതിനോടൊന്നും ഷിൻഡെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം വെച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഷിൻഡെക്ക് ആദ്യ കുറച്ചു കാലമെങ്കിലും മുഖ്യമന്ത്രി പദം വേണം എന്നുള്ളതാണ് ആവശ്യം. മുഖ്യമന്ത്രി പദത്തിൽ പങ്കാളിത്തം നൽകിയേ തീരൂ എന്ന ആവശ്യത്തിൽ നിന്ന് ശിവസേന പിന്നോട്ട് പോയിട്ടില്ല. ബീഹാറിൽ JDU ചെറിയ കക്ഷിയാണ് BJPയെ അപേക്ഷിച്ച്. BJP വലിയ ഒറ്റക്കക്ഷിയായിട്ടും JDUവിൻ്റെ നേതാവായ നിതീഷ് കുമാറിനാണ് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയത്. ആ ഒരു മോഡലും ഫോർമുലയും മഹാരാഷ്ട്രയിലും കൊണ്ടുവരണം. മുന്നണി ഐക്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് ഷിൻഡെ ശിവസേന വിഭാഗം ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇതിലൊരു തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തീരുമാനം ഉണ്ടായാൽ നാളെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. ഫട്നാവിസോ ഷിൻഡെയോ, ഏതായാലും ഷിൻഡെയെ അനുനയിപ്പിച്ച് ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കാൻ തന്നെയാണ് നീക്കമെന്നാണ് ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നത്.